everyone, welcome to Kids Area Online. Class 1, ഓണം എക്സാം. ഇന്ന് മാത്സ് ആയിരുന്നു, ഗണിതം. എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നോ? വളരെ എളുപ്പമുള്ള എക്സാം ആയിരുന്നു അല്ലേ? എക്സാം എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ബാച്ച് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ബാച്ച് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. കേരള സ്റ്റേറ്റ് സിലബസിൽ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിലാണ് ക്ലാസ്സസ് വരുന്നത്, ലൈവ് ക്ലാസ്സസ് ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799. ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ ആൻഡ് കളർ. വരച്ച് കളർ ചെയ്യുക എന്നുള്ളതായിരുന്നു ആക്ടിവിറ്റി. വളരെ ഈസി ആയിരുന്നു. ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നല്ലോ. എന്തായിരുന്നു പറഞ്ഞു തന്നേ? സ്നേഹ ടീച്ചറും കുട്ടികളും എങ്ങോട്ടേക്കാണ് പോയേ? ഗണിത പാർക്കിൽ പോയല്ലേ, മാത്സ് പാർക്കിൽ പോയി. അവിടെ ചെന്നപ്പോഴോ ആ പാർക്കിൽ ആരാ സ്വാഗതം ചെയ്യാൻ വന്നേ? ഒരു കുഞ്ഞൻ റോബോട്ടാണ് വന്നേ. ആ റോബോട്ടാണ്. ആ റോബോട്ടിൽ എന്താ ഈ ഷേപ്സ് ഒക്കെ വരച്ച് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരേ ഷേപ്സിന് ഒരേ നിറവും നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് മനസ്സിലായോ? ഈ ഷേപ്സ് എല്ലാം, ഈ ഡോട്ട്സ് എല്ലാം എന്ത് ചെയ്യണം? വരച്ച് ചേർക്കണം. എന്നിട്ടോ സർക്കിളിനെല്ലാം ഒരേ കളർ, സ്ക്വയറിനെല്ലാം ഒരേ കളർ, ട്രയാങ്കിളിനെല്ലാം ഒരേ കളർ. അങ്ങനെ ചെയ്യാനായിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റി. രണ്ടാമത്തെ ആക്ടിവിറ്റി, ലെറ്റ്സ് കൗണ്ട് ദ നമ്പർ ഓഫ് പെൻസിൽസ്. ഈ പെൻസിൽ കൗണ്ട് ചെയ്ത് എത്രയുണ്ടെന്ന് എഴുതുക. ആദ്യം എന്ത് ചെയ്യണം? ദാ ഇതിനൊക്കെ നിറം കൊടുത്തോ? നിങ്ങൾ നിറം കൊടുത്തായിരുന്നോ? കൊടുത്തു അല്ലേ? പെൻസിലുകൾക്ക് നിറം കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ പറഞ്ഞു? റെഡ് കളറാണ് ഇവിടെ കൊടുക്കാൻ പറഞ്ഞു. ഈ പെൻസിലുകൾക്ക് റെഡ് കളർ, ഈ പെൻസിലുകൾക്ക് യെല്ലോ കളർ, ഈ പെൻസിലിന് ബ്ലൂ കളർ. ഇനി റെഡ് കളർ പെൻസിൽ എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്ത് ഇവിടെ എഴുതണം. 1 2 3. അപ്പോൾ റെഡ് 3 ഉണ്ട്. ഇനി യെല്ലോ പെൻസിൽ എത്രയുണ്ട്? 1 2 3 4. അത് ഇവിടെ എഴുതണം. ബ്ലൂ പെൻസിൽ എത്രയുണ്ട്? 1 2 3 4 5 6. അത് ഇവിടെ എഴുതണം. ഓക്കെ, വിച്ച് ഈസ് മോർ? റെഡ് ആണോ ബ്ലൂ ആണോ യെല്ലോ ആണോ ബ്ലൂ ആണോ കൂടുതൽ? ബ്ലൂ ആണ്. അപ്പോൾ ഇവിടെ ബ്ലൂ എന്ന് എഴുതണം. എത്രയാ? ബ്ലൂ എത്രയുണ്ട്? 6 ഉണ്ട്. വിച്ച് ഈസ് ലെസ്? ഏറ്റവും കുറവ് ഏതായിരുന്നു? 3. റെഡ് ആണല്ലേ. അപ്പോൾ റെഡ് ഇവിടെ എഴുതണം. എത്ര എണ്ണം ഉണ്ട് റെഡ്? 3. അത് ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി. മൂന്നാമത്തെ ആക്ടിവിറ്റി, ഹായ് സ്വീറ്റ്. പാർക്കിൽ അവർ എന്താ കഴിക്കാൻ പോയേ? ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയി. കണ്ടോ? ഐസ്ക്രീം ഉണ്ട്. ഓരോ പെട്ടികളിലും 5 ഐസ്ക്രീം വീതമാണ് ഉള്ളത്. ഓരോ പെട്ടികളിലും 5 ഐസ്ക്രീം ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ നിർദ്ദേശം അനുസരിച്ച് എന്ത് ചെയ്യണം? നിറം കൊടുക്കണം. ഇവിടെ 2 ഗ്രീൻ 3 പിങ്ക്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചായിരുന്നു. ഓർമ്മിക്കുന്നുണ്ടോ? ഓർമ്മിക്കുന്നുണ്ടല്ലേ? ഇത് കണ്ടിട്ട് പോയവർക്ക് എക്സാം ഈസി ആയിരുന്നിട്ടുണ്ടാവും. 2 ഗ്രീനും 3 പിങ്കും. അപ്പോൾ എന്ത് ചെയ്യണം? 2 എണ്ണത്തിന് ഗ്രീൻ കളർ കൊടുക്കണം, 3 എണ്ണത്തിന് പിങ്ക് കളർ കൊടുക്കണം. നെക്സ്റ്റ് എന്താണ്? 4 ഗ്രീൻ 1 പിങ്ക്. ഇതിൽ 4 എണ്ണത്തിന് ഗ്രീൻ കളർ കൊടുക്കണം, 1 എണ്ണത്തിന് പിങ്ക് കളർ കൊടുക്കണം. അടുത്ത ബോക്സിൽ 5 ഐസ്ക്രീംസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ കളർ കൊടുക്കാം? ഒന്നുകിൽ ഇവിടെ 3 എണ്ണത്തിന് കൊടുക്കാം, ഇവിടെ 2 എണ്ണത്തിന് കൊടുക്കാം. ഇവിടെ 2 3 കൊടുത്തിട്ടുണ്ട്, 4 1 കൊടുത്തിട്ടുണ്ട്. അതിലില്ലാത്തത് വേണം നമ്മൾ കൊടുക്കാൻ. അപ്പോൾ ആദ്യം 3 എണ്ണത്തിന് കൊടുക്കാം, എന്നിട്ട് 2ന് കൊടുക്കാം. 3യും 2ഉം ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാം? ഇവിടെ 1 കൊടുക്കാം, ഇവിടെ ബാക്കിയുള്ള 4 കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഏത് 2 രീതിയിൽ ചെയ്താലും ശരി തന്നെയാണ്. നാലാമത്തെ ആക്ടിവിറ്റി, ലെറ്റ്സ് കൗണ്ട് ആൻഡ് ഡ്രോ. ഇവിടെ ഗ്രൂപ്പ് 1ൽ നോക്കി ഒരു ഗെയിം കൊടുത്തു. അവരുടെ ടീച്ചർ മാത്സ് പാർക്കിൽ ഒരു ഗെയിം കൊടുത്തു. ബോൾസ് എന്ത് ചെയ്യാം? ഓരോ ബോക്സിലോട്ട് ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് വെക്കണം. അങ്ങനെ ഗ്രൂപ്പ് 1കാർ ഈ ബോക്സിൽ നിന്നും ഈ ചെറിയ ബോക്സിലേക്ക് കൊണ്ടുവച്ച ബോൾസിൻ്റെ എണ്ണം എത്ര? 1 2 3 4 5 6 7. ഇവിടെ 7 എഴുതുക. രണ്ടാമത്തെ ഗ്രൂപ്പ് എത്ര ബോളാണ് ഇവിടെ നിന്ന് എടുത്തേ? 1 2 3 4. വെരി ഗുഡ്. മൂന്നാമത്തെ ഗ്രൂപ്പുകാർ ഈ വലിയ ബാസ്ക്കറ്റിൽ നിന്നും എത്ര ബോൾസ് എടുത്തു? 1 2 3 4 5. വെരി ഗുഡ്. നാലാമത്തെ ഗ്രൂപ്പുകാർ എത്ര ബോൾ എടുത്തു? 1 2 3 4 5 6. വെരി ഗുഡ്. അടുത്ത് പറയാണ്, ഗ്രൂപ്പ് 5കാരെടുത്ത ബോൾ എത്രയാണെന്ന് അറിയാവോ? 3 ആണ്. ആ 3 നമ്മൾ ഇവിടെ വരച്ച് ചേർക്കണം. 3 ബോൾസ് എന്ത് ചെയ്യണം?
ഇതുപോലെ വരച്ചു കൊടുക്കണം. ഇതായിരുന്നു 4ാമത്തെ ആക്ടിവിറ്റി. ഇനി 5ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ലെറ്റ്സ് കൗണ്ട്, ലെറ്റ്സ് ഡ്രോ. അവർ മാത്സ് പാർക്കിൽ നിന്നും തിരിച്ചു മടങ്ങി വന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും ബലൂൺസ് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അപ്പോൾ ഓരോ ഷേപ്പിലുള്ള ബലൂൺസ് ആണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ഇവിടെ നോക്കിയാൽ ലോങ് ബലൂൺസ് എത്ര പേർക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതുക. ഗിഫ്റ്റ് കിട്ടിയ ലോങ് ബലൂൺസ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 6 ബലൂൺസ്. സ്റ്റാർ ബലൂൺസ് എത്ര എണ്ണം ഉണ്ട്? 1 2 2 സ്റ്റാർ ബലൂൺസ്. ഹാർട്ട് ബലൂൺസ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 4 ബലൂൺസ്. ഇനി ഇവിടെ നോക്കി, ഇവിടെ ബലൂൺസ് ഉണ്ട്. 7 ബലൂണാണ് സ്റ്റാൻഡിൽ ഉള്ളത്. പക്ഷെ എത്ര ബലൂണേ ഇവിടെ കാണുന്നുള്ളൂ? 3 ഉള്ളൂ. അപ്പോൾ ബാക്കി നമ്മൾ വരച്ച് 7 ആക്കണം. 1 2 3 7 എണ്ണം വരയ്ക്കണം. അപ്പോൾ 1 2 3 4 5 6 7 4 ബലൂൺ കൂടി വരയ്ക്കുമ്പോൾ എത്രയാകും? 7 ആകും. അപ്പോൾ 4 ബലൂൺസ് കൂടി വരച്ച് അത് 7 ആക്കുക. ഇതായിരുന്നു 5ാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ ഇതായിരുന്നു 1ാം ക്ലാസ്സിലെ ഇന്നത്തെ മാത്സ് എക്സാം. വളരെ ഈസി ആയിരുന്നു. എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. എഴുതിയില്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞു. എല്ലാവരും ഫ്രീ ആയി. ബൈ ബൈ. താങ്ക് യു.